ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഒരു കൃഷിയുടെ ഒരു വീഡിയോ ആണ് ചാത്തൻ്റെ ബ്ലോഗ്സ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഈ കാണുന്ന പുരയിടം പൂരീക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മുല്ലവേലിയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പുരയിടമാണ്. നമ്മളിത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുക. അപ്പോൾ ഈ കാട്ടിനകത്ത് വാഴ കുഴിച്ചിട്ടിട്ടുണ്ട്. വാഴ വിത്ത് ഏത്ത വാഴയും മുറീസും ചുമന്ന വാഴയുമായിട്ട് ചേർത്ത് ഒരു 350ഓളം വാഴ വിത്തുകൾ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പം കളച്ചിട്ടൊക്കെ കൃഷി ചെയ്യുക എളുപ്പമല്ലാത്തത് കൊണ്ടാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം ആ കാട്ടിനകത്ത് പോച്ചക്കാടിനകത്ത് വാഴ കിളിച്ച് നിൽക്കുന്നതാ ഈ കാണുന്നത്. വാഴ നല്ല രീതിയിൽ കിളിച്ച് വന്നിട്ടുണ്ട്. 5-6 ഇല ആയിട്ടുണ്ട് വാഴയ്ക്ക്. ഈ വാഴ തോണ്ടി വളമിടാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഈ ചെവിട്ടില മാത്രം പോച്ചയൊന്ന് ചെത്തി കളഞ്ഞിട്ട് അങ്ങ് വളമിടാനാണ്. വാഴ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് ഇച്ചിരി കൂടുതലായിട്ട് വളർന്നു പോയി. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് വളമിടാൻ താമസം വന്നത്. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാ, നാട്ടുകാരുടെ ആരുടെയും കൃഷിയല്ല കാണിക്കുന്നത്, നമ്മൾ സ്വന്തം കൃഷിയാ. അപ്പം ഇതിന് വളമിടുക, വളം ഒരറ്റത്തെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ചെവിട് തോണ്ടി വളമിടുക. വളം ബാക്ടം ബോസ്, പൊട്ടാഷ്, മസൂരി ബോസ്, രാജ് ബോസ് എന്ന് പറഞ്ഞ 4 വളങ്ങൾ ചേർത്താണ് ഇടുന്നത്. ഈ വാഴ കൃഷി ഒരറ്റത്ത് നിന്ന് നമ്മൾ വളമിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വാഴ നടുന്നതിന് മുന്നായിട്ട് ഒരു കുറച്ച് വേപ്പ് മണ്ണാക്ക് ചെവിട്ടി നമ്മൾ ഇട്ടിരുന്നു. എന്നിട്ട് ആ വാഴ നട്ടത്. അപ്പം ഇതിന് ജൈവ വളങ്ങളല്ല, വളമിട്ടു. ബാക്ടം ബോസ്, പൊട്ടാഷ്, മസൂരി ബോസ്, രാജ് ബോസ് എന്ന് പറയുന്ന 4 സൈസ് വളങ്ങളാണ് കൂട്ടി ഇളക്കിയിട്ടത്. ഇന്നലെ ഒരു ദിവസം ഇട്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പം നിങ്ങളെ ഈ കാണിക്കുന്നത്. നമ്മുടെ സ്വന്തം കൃഷിയല്ല, ശശി സാറിൻ്റെ കൃഷി, മറ്റേ സാറിൻ്റെ കൃഷി അതൊന്നും അല്ല. അതുകൊണ്ട് ചാത്തൻ്റെ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലും ചാത്തൻ്റെ ബ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ കൃഷി, ചീനിയുടെ കൃഷിയുണ്ട്, വാഴ കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. കുറേ പോത്തുകളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്ടം ബോസാണ്. ഇതെല്ലാ സംഗതികളും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മറുപടിയും തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പൊട്ടാഷാണ്. അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസം വളമിടുക. അതാ ഈ രാജ് ബോസ് എന്ന് പറയുന്ന വളമാണ്. അതിൻ്റെ ചാക്കിനകത്ത് സ്റ്റിക്കറൊന്നും തെളിയുന്നൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന കുറേ കൃഷിയൊക്കെ എടുത്ത് കാണിച്ചാൽ എല്ലാവരും ചാനലൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വന്തമായിട്ടായാലും ഏതായാലും നമ്മളിതൊന്നും കാണിച്ചാൽ ആരും കാണത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ട് വളമെല്ലാം കൂട്ടി ഇളക്കുന്നതൊക്കെ വാരിയിട്ട് എല്ലാവർക്കും എല്ലാം കാണിച്ചൊക്കെ തരും. പക്ഷെ ഒരു 500 പേരെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടും ആരും കാണത്തില്ല. നമ്മളിതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് ആരും എന്ത് ചെയ്താലും ആർക്കും അഭിപ്രായമില്ലല്ലോ. നാട്ടുകാരൻ്റെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് കാണിക്കുന്നവരെ പിന്നെയും കാണും. 4 പ്രാവശ്യം ഇത് കാണും. നമ്മൾ പാവപ്പെട്ടവരാരും ഒരു വീഡിയോ ചെയ്താൽ ആരും കാണത്തുമില്ല, നോക്കത്തുമില്ല. തട്ടി നീക്കി കളഞ്ഞേച്ചങ്ങ് പോകും. മൂട് വാഴയുണ്ട്. ഏകദേശം ഒരു 4 കൂടെ ചേർത്ത് 200 കിലോ വളം എടുത്ത് ഒരു വാഴയ്ക്ക് ഒരു 300-350 ഗ്രാം വളം വെച്ച് ഇടുന്നുണ്ട്. ഏത്തവാഴ വിത്ത് മേടിച്ച് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഇത്രയും കിളിച്ചിട്ടുണ്ട്. കിളിച്ച് ഇങ്ങനെ തോണ്ടി ചെവിട് മാത്രമേ തോണ്ടിയിട്ടുള്ളൂ. കാരണം ഇതെല്ലാം കൂടെ ചെത്തിച്ചിരണ്ടി വരുമ്പോഴത്തേക്ക് വാഴ കുലയ്ക്കുന്ന അത്രയും സമയമാവും. അതുകൊണ്ട് ഇത് തോണ്ടി തൽക്കാലം വളം ഇട്ടതിന് ശേഷം പിന്നെ ഒരറ്റം തീർത്ത് പോച്ച ചെത്തി കിളച്ച് വാഴയ്ക്ക് കിളയ്ക്കാനുള്ള ശ്രമം. കിളച്ചിട്ട് നടണമെന്ന് വിചാരിച്ചപ്പോൾ ഈ പരുവത്തിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുഴിച്ചു വെച്ചതാ.
വേറെ കുറേ വാഴകൾ നമുക്കിപ്പം കുടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിന് വെട്ടത്തക്ക രീതിയിൽ കുറേ വാഴയുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് പിന്നൊരു ദിവസം ആ വാഴകളെ കാണിക്കാം. നമുക്ക് സ്ഥിരമായിട്ട് കുറേ കൃഷിയൊക്കെ ഉള്ളതാ. അവിടെ സാറ് മറ്റേ 1000 വാഴ നട്ടിട്ടുണ്ട്, 800 വാഴ നട്ടിട്ടുണ്ട്, അങ്ങനെ പറയാല്ല. ഇതിപ്പോൾ 300 350 മൂട് വാഴ ഈ സ്ഥലത്ത് ഈ മുഴുവൻ ഇവിടെ പൊരീക്കൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ പൊരീക്കൽ മുല്ലബലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ വകയാണ് ഈ പുരയിടം. ഈ പുരയിടം മൊത്തത്തിൽ കൃഷി ചെയ്തിരിക്കുക. അത് വലിയൊരു പുരയിടമാണ്. നിലവ ഇടയ്ക്കൂടെ പാത്തിയും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ചാടി കിടക്കുന്ന ഒരു വലിയ വലിയ ജോലിയാണ്. പോച്ച കയറിയെന്ന് പോച്ച വാഴയെക്കാട്ടി വലിപ്പത്തിൽ പോച്ചയത്. അപ്പോൾ ചെവിട് തൂണ്ടി തെളിച്ച് കിളച്ച് അങ്ങ് വളമിടുക. ഇനി ഇതിൻ്റെ ഇടം മൊത്തം ചരണ്ടി വൃത്തിയാക്കി റെഡിയാക്കണം. ഒത്തിരി കുറേ സ്ഥലമുണ്ട്. ഇപ്പം അതിങ്ങനെ ചെവിട് മാത്രം തോണ്ടിയിട്ട് അത് മോറീസ് വാഴകളാണ് നിൽക്കുന്നത്. മോറീസ് പച്ചച്ചിങ്ങ. വാഴ കിളിച്ചിട്ട് 2 ആഴ്ചയോളമായി. 2 ആഴ്ച ഇടവള്ളിപ്പൂണ്ട് വാഴയ്ക്ക്. അപ്പം ഈ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കൃഷി ചെയ്യുമ്പം ഒരു മാസം മുതൽ 3 മാസം വരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാഴ ഇൻഷുർ ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം പ്രകൃതി ദുരന്തങ്ങളിൽ പ്രകൃതിയിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റത്തിലോ എന്ത് സംഭവിച്ചാലും കൊലയ്ക്കാത്ത വാഴയ്ക്ക് ഒരു 150 രൂപയും കൊലച്ച വാഴയ്ക്ക് ഒരു 300 രൂപയും ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അല്ലാതെ അയ്യോ അത് അങ്ങനെ പറ്റിപ്പോയി അതുകൊണ്ട് എനിക്ക് നഷ്ടം, കൃഷി നഷ്ടം, ഒരു വാഴ ഇൻഷുർ ചെയ്യുന്നതിന് 5 രൂപയുള്ളൂ. ഈ വാഴ എപ്പോൾ നട്ടാലും ആര് നട്ടാലും അത് കൊണ്ടുപോയി ഇൻഷുർ ചെയ്യണം. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുർ ചെയ്യാമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു നഷ്ടവും വരത്തില്ല. വാഴ ഇൻഷുർ ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്ക് ആരും അതിനെക്കുറിച്ച് ആലോചിക്കത്തുമില്ല, ചിന്തിക്കത്തുമില്ല. ഈ വാഴകളെ നമ്മൾ ഇൻഷുർ ചെയ്യാൻ സമയമാകാത്തത് കൊണ്ടിട്ടിരിക്കുക. അപ്പം ഈ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് റെഡിയായി അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഭാഗത്ത് പോച്ചയെല്ലാം ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ. അപ്പോൾ വളമിട്ട് കഴിയുന്നതിനനുസരിച്ച് ചെത്തി വൃത്തിയാക്കി. അപ്പം ചെത്തി എല്ലാം വൃത്തിയാക്കിയ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറേ ഭാഗം ചെത്തി വൃത്തിയാക്കി കഴിഞ്ഞു. മൊത്തത്തിൽ ചെത്തി പോച്ചയെല്ലാം സൈഡിലേക്ക് ഒതുക്കി വൃത്തിയാക്കിയപ്പോൾ പാത്തിക്കകത്ത് കിടക്കുന്ന പോച്ചയാണ് അപ്പോൾ ഞാൻ അറക്കുന്നത്. അപ്പം ചാത്തൻ ഡേ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലും ചാത്തൻസ് ഡേ ബ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പം ഫോളോ ചെയ്താൽ ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടോ എല്ലാത്തിനും മറുപടി പറയുന്നതായിരിക്കും. നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഭാഗമായി ഇപ്പോൾ ഈ കാണിക്കുന്നത്. കുറച്ച് ഭാഗം മാത്രമേ ഇതുവരെ വൃത്തിയായിട്ടുള്ളൂ. ഇനി ബാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ പോച്ച ചെത്തി കളയുവാണ്. പോച്ച ചെത്തി സൈഡിൽ ഒതുക്കിയതിന് ശേഷം ഇപ്പം മഴ പെയ്തതുകൊണ്ട് കിളയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ചെത്തി മാറ്റുവാണ് പോച്ചയെല്ലാം വൃത്തിയാക്കി ഒരു പകുതി ഭാഗത്തോളം വൃത്തിയായിട്ടുണ്ട്. ഇപ്പം ഇനിയും ഒരുപാട് കിടക്കുവാണ്. അപ്പം ചാത്തൻസ് ഡേ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലും ചാത്തൻ ഡേ ബ്ലോഗ്സ് എന്ന ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.